പറഞ്ഞു. ഹിദായത്തുള്ള മലങ്കരയിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പിതാക്കന്മാർ കൊണ്ടുവന്നതല്ലാതെ നമുക്ക് എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളത് ഓർത്തഡോക്സ് സഭയിലെ ഒരു പ്രഗത്ഭനായ അച്ഛൻ ചോദിച്ചതാണ്. അവിടുത്തെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ പൗലോസ് ഗ്രിഗോറിയോസിന് വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അന്ത്യോക്യൻ പൈതൃകമല്ലാതെ നമുക്ക് എന്താണ് അവകാശപ്പെടാനുള്ളതെന്ന് ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന പൗലോസ് ഗ്രിഗോറിയോസിന് വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ചില താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം അമ്മയെ മറന്ന് സ്വന്തം അപ്പനെ മറന്ന്, അതുകൊണ്ടാണ് അന്ത്യോക്യ സിംഹാസനവുമായുള്ള നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് വൈകാരികമല്ല. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, 93 വയസ്സുകാരനായ ഗൗതമങ്ങളുടെ ബാവ എന്തിനാണ് മക്കളെ മലങ്കരയിലേക്ക് വന്നത്? എന്തിനാണ്? സുഖിക്കാനുള്ളത് വല്ലതും കൊണ്ടുപോകാനും വന്നതാണോ? ഞാൻ എല്ലായിടത്തും പറയാനുള്ള കാര്യമാണ്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ മലങ്കരയിൽ സഭയില്ലാതായിക്കൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? വടക്കൻ ബാവൂർ കടന്നിരിക്കുന്ന അബ്ദുൽ ജലീൽ ബാവയാണ് ആദ്യം ഇവിടെ വന്നത്. ഇവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് എഴുതി ഇവിടെ സഭ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് നേതൃത്വം. ആ പിതാവ് വന്നു. അതിനുശേഷം 92 വയസ്സുള്ള ചരിത്രം പറയാൻ പോലെ ഒത്തിരിയുണ്ട്, സമയങ്ങളോട് ഞാൻ പറയുന്നില്ല. 92 വയസ്സുകാരൻ അവിടുന്ന് നമ്മുടെ മക്കളുടെ അടുക്കിലേക്ക് ആയി പോകും. ചെറുപ്പക്കാരും തയ്യാറായില്ല, കാരണം സാഹചര്യം വളരെ പ്രതികൂലമാണ്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ല. ആ പിതാവ് ഇറാഖിൽ നിന്ന് കപ്പൽ കയറി കറാച്ചി വഴി അവസാനം നിങ്ങൾക്കറിയാം തലശ്ശേരി മല കയറി പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലം, അങ്ങനെ വന്ന് കോതമംഗലത്ത് വന്ന് 13 ദിവസം അതിലേക്ക് ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ കാലം ചെയ്യുന്നതിന് ഒരു ഹിദായത്തുള്ള റബ്ബാച്ചനെ, ആ കൂടെ വന്ന റബ്ബാച്ചനെ ഹിദായത്തുള്ളയായി വാഴിച്ച് ചരിത്രമൊക്കെ പറയുന്നത് നമ്മുടെ പിതാക്കന്മാരെ ഈ വിശ്വാസത്തിന് ഈടവകയിലെ മക്കൾ ഇന്നും കല്ലും കൊണ്ട് കേസിലും പെട്ട് എന്തിനു വേണ്ടി കോതമംഗലത്തും മഞ്ഞിക്കരയിലും വടക്കൻ